ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയ ഭാഗ്യവചനധാരാ ശ്രോതാക്കളെ, ഈ പരമ്പര നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറ നാം ദൈവകൃപയിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യവും ഉറപ്പുമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കപ്പെടുന്നു: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നാം എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം എന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. സന്തോഷമായിരിക്കാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ സമാധാനമായിരിക്കാൻ കഴിയുകയുള്ളൂ. സന്തോഷമായിരിക്കാനും സമാധാനമായിരിക്കാനും കഴിയുന്നുവെങ്കിൽ സൗമ്യതയോടെ ചിന്തിപ്പാനും സംസാരിപ്പാനും ജീവിക്കുവാനും കഴിയും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിലോ ദൈവകൃപയിലാണ് നിൽക്കുന്നതെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. നാം നിൽക്കുകയല്ല, കർത്താവ് നമ്മെ നിർത്തുകയാണ്. ഈ ബോധം നമ്മിലുണ്ടാകണം. ഞാൻ നടക്കുകയല്ല, എൻ്റെ കർത്താവ് എന്നെ നടത്തുകയാണെന്ന സത്യം തിരിച്ചറിയുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും വേണം. ദൈവം മുമ്പാകെ അധികാരവും അവകാശവുമുള്ള മകനായിട്ടാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. ദൈവമക്കളെന്ന അധികാരം നമുക്ക് ലഭിച്ചതോടൊപ്പം വിശുദ്ധ മാമോദീസായിലൂടെ വീണ്ടും ജനനവും നാം പ്രാപിച്ചു. യോഹന്നാൻ 1-ാം അധ്യായം 13-ാം വാക്യം അത് വ്യക്തമാക്കുന്നു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്നുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നും അത്രേ ജനിച്ചത്. വീണ്ടും ജനനവും ദൈവമക്കളാകുവാനുള്ള അവകാശവും ലഭിച്ചതോടെ ദൈവകൃപയിൽ നിലനിൽക്കുവാനുള്ള ഭാഗ്യവും നമുക്ക് ലഭിച്ചു. യോഹന്നാൻ 1-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അതേ ദൈവമക്കളെ, യേശു കർത്താവെന്ന് വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും നിത്യരക്ഷയ്ക്ക് ആധാരമായ ദൈവകൃപ ഉദിച്ചു കഴിഞ്ഞു. നാം ദൈവകൃപയിലാണ് നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുകയും ദൈവകൃപയിൽ നിലനിൽക്കുകയും വേണം. ഇതോടെ സന്തോഷവും സമാധാനവും സൗമ്യതയും സമൃദ്ധിയും നമ്മിൽ വന്ന് നിറയുക തന്നെ ചെയ്യും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 6-7 വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. ആവശ്യങ്ങൾ നമ്മെ അലട്ടും. അതേ ഓർത്ത് ഭാരപ്പെടാതെ വിചാരപ്പെടാതെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരാൻ സകലതും നൽകി അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ദൈവത്തോട് സ്തോത്രത്തോടു കൂടെ അറിയിക്കുക. ആവശ്യപ്പെടുന്നത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നേ. സ്തോത്രത്തോടു കൂടെ പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭാരത്തോടു കൂടെ ആവരുത്, ചോദിക്കുന്നത് പ്രയാസത്തോടു കൂടെ ആവരുത്. ദൈവം നൽകുമെന്ന ഉറപ്പോടുകൂടി ദൈവത്തോട് ചോദിക്കുക. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തിലും ചിന്തയിലും വന്നു നിറയും. ബുദ്ധി കൊണ്ടും പണം കൊണ്ടും ലോകം തരുന്ന സമാധാനം വിലയ്ക്ക് വാങ്ങാൻ സാധ്യമാണ്. ഇത് നീണ്ടു നിൽക്കുന്നതാകില്ല എന്ന് മാത്രം. ക്ഷണികമായിരിക്കും. വീണ്ടും സ്ഥിതി പഴയതിലും മോശമായി തീരുകയും ചെയ്യും. ഈ സമാധാനത്തിനായി ലോകം എല്ലാവരെയും മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. ക്ഷണികമായ ലോകം തരുന്ന സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മുടെ പുതിയ തലമുറ ലഹരിയിലേക്ക് തിരിയുകയും അതിനടിമകളായി തീരുകയും ചെയ്യുന്ന കാഴ്ച നാം നിത്യേന കാണുന്നു. ഇതിനുള്ള പ്രചോദനം
അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രവണത ലക്ഷ്യബോധമില്ലാത്ത ഒരു തലമുറ രൂപപ്പെടുന്നതിന് സഹായകരമാകും. അങ്ങനെ അത് പരിണമിക്കും. ജീവിത മൂല്യങ്ങളും ലക്ഷ്യബോധവുമില്ലാത്ത ജനങ്ങളിലൂടെ കൊലയും കൊള്ളയും ആത്മഹത്യയും അക്രമവും അരാജകത്വവും നാട്ടിലെങ്ങും വ്യാപകമാകുന്നു. ഇത് നാം ഇപ്പോൾ നിത്യേന കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസ സമൂഹം മുഴുവൻ ഉണർന്നെഴുന്നേൽക്കണം. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനിച്ചിരിക്കുന്ന നമ്മുടെ നാട് സാത്താൻ്റെ സ്വന്തം നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. പൈശാചികമായ പ്രവൃത്തികളിൽ പെട്ടുപോകാതെ നാടിനു വേണ്ടിയും ഓരോ കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. കൂട്ടായി സമൂഹമായി നാം നിത്യേന കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ മഹാവിപത്തിനെതിരെ ജാഗരൂകരായി നിലകൊള്ളേണ്ട സമയമാണിപ്പോൾ. 1 യോഹന്നാൻ 2:17 നാം ഇപ്രകാരം വായിക്കുന്നു: ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവ ഇഷ്ടം ചെയ്യുന്നവരും ദൈവകൃപയിൽ ആശ്രയിക്കുന്നവരും എപ്പോഴും സന്തോഷമായും സമാധാനമായും സൗമ്യതയിലും ജീവിക്കുന്നവരുമാകാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, എല്ലാ ആകുലതകളെയും അകറ്റുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു നിറയുന്നതിനും ആലോചനകളെയും ചിന്തകളെയും വഴിതെറ്റാതെ ഭാരപ്പെടാതെ ക്രിസ്തുയേശുവിൽ കാത്തു പരിപാലിക്കുക തന്നെ ചെയ്യും. എല്ലാ കുറവുകളിലും സംതൃപ്തി കണ്ടെത്തുന്നതിനുള്ള ദൈവകൃപ ധാരാളമായി നമ്മിലേക്ക് പകരപ്പെടും. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കാൻ രൂപാന്തരപ്പെടണം. അതിന് ഈ നൊയമ്പ് നമ്മളെ സഹായിക്കും. വിശുദ്ധ നൊയമ്പ് അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ. നാം സന്തോഷമുള്ളവരും സമാധാനമുള്ളവരും സൗമ്യതയുള്ളവരുമായിരിക്കാൻ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. സകലതും ധാരാളമായി നൽകുന്ന ദൈവകൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.